എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ ആരംഭ ദിവസങ്ങളിൽ, പ്രവൃത്തി ദിവസങ്ങളിൽ, ജോലിക്കും സ്കൂളിലും മറ്റും തിരക്കുകളിലേക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലാകട്ടെ. ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിങ്ങൾ പോകുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിലേക്ക് മാത്രമേ നിങ്ങൾ പോകൂ. കാരണം ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. യേശു അനുഗ്രഹിക്കാൻ മാത്രം ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. 1 പത്രോസ് 3:9 നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നു. നമ്മുടെ വിളി അതാണ്. അബ്രഹാമിനെ വിളിച്ചത്, ഇസഹാക്കിനെ വിളിച്ചത്, യാക്കോബിനെ വിളിച്ചത്, ജോസഫിനെ വിളിച്ചത്, ദാവീദിനെ വിളിച്ചത്, മോശയെ വിളിച്ചത്, ഏലിയാവിനെ എലീശയും വിളിച്ചത്, ആരെയൊക്കെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ഉറപ്പുള്ളവർ ഇന്ന് ഉറപ്പിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ മാത്രം വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് ഇസ്രായേൽ മക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്, നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ വേദനയിൽ നിന്നും, എല്ലാ ബന്ധനത്തിൽ നിന്നും, എല്ലാ അടിമത്വത്തിൽ നിന്നും ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഞാൻ നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം അതാണ്, കർത്താവിൻ്റെ സ്വഭാവം അതാണ്. ഏതെല്ലാം അടിമ നുഖത്തിലാണോ അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. അത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ്. ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 വർഷം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. പൗലോസ് അവരെ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ രാപ്പകൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. മാത്രമല്ല, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം കൊടുക്കുന്ന ജ്ഞാനം അവർക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു സഭകൾ വളർന്നത്. അങ്ങനെയാണ് ബന്ധനങ്ങൾ അഴിഞ്ഞിരുന്നത്. ഇതാ, രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. തനിക്ക് രോഗമുള്ളത് കൊണ്ടാണോ, വേദനകളും കടക്കണിയിലായതുകൊണ്ടാണോ പൗലോസ് ഇതുപോലെ കരയുന്നതല്ല. കണ്ണുനീർ വാർക്കുക എന്നുള്ളത് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ ആർപ്പോടെ നിങ്ങൾ കൊയ്യും. കണ്ണുനീരോടെ. നിങ്ങളുടെ ഇന്നത്തെ ഒരു സീസൺ കണ്ണുനീരോടെയാണോ വിതയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആർപ്പോടെ കൊയ്യാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണോ എഫർട്ട് എടുക്കുന്നത് അതുപോലെ റിസൾട്ട് ഉണ്ടാകും. എഫെസോസ് സഭയോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ കണ്ണുനീർ വാർത്തു. എത്ര? ഞാൻ 3 വർഷം ഈ രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തു. അതുപോലെ കണ്ണുനീരോടെയാണ് ഇവർക്ക് ശുശ്രൂഷകൾ പൗലോസ് ചെയ്തിരുന്നത്. അത്രയും ആത്മാർത്ഥമായി, അത്രയും ഹൃദയം കൊണ്ടായിരുന്നു ആ സഭ കൊണ്ടുപോയത്. അതുകൊണ്ട് എഫെസോസ് സഭ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് മാറി. വളരെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ള സഭയായിട്ട് ആ സഭ മാറി. എന്നിട്ട് പൗലോസ് പറയണം, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ എൻ്റെ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞാൻ ഈ രാപ്പകൽ കണ്ണുനീർ വാർത്തത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫറിങ് എനിക്ക് തരാനല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫറിങ് ആയി തീരുകയായിരുന്നു. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിച്ച് കിട്ടിയ നന്മ കൊണ്ട് വസ്ത്രം വാങ്ങി, ചെരുപ്പ് വാങ്ങി, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ചെലവില്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. അതെങ്ങനെ? രാപ്പകൽ കണ്ണുനീരോടുകൂടി. ഇന്നിത് കേൾക്കുമ്പോൾ ദൈവദാസന്മാരായിട്ട്
കർത്താവിൻ്റെ വേല ചെയ്യുന്നവരും ചെയ്യാനുള്ളവരും അറിയണം, ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. ആരോടൊന്നും വാങ്ങുന്നില്ല, അപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാമായി ചിലവാകുന്ന വ്യക്തികളായിരുന്നു അന്നുള്ള ദൈവവേലക്കാർ. പൗലോസ് അതിൽ ഒരാൾ മാത്രമാണ്. ഇവരെല്ലാം പോകുന്നിടത്ത് അങ്ങോട്ട് ചെലവഴിച്ച്, അങ്ങോട്ട് വണ്ടിക്കൂലി മുടക്കി, അങ്ങോട്ട് വില മുടക്കി, അങ്ങോട്ട് കൈത്താങ്ങൽ കൊടുത്ത് സുവിശേഷ വേല ചെയ്തവരായിരുന്നു ഇവർ. അപ്പോൾ വലിയൊരു ചെലവുണ്ട്. രക്ഷയൊഴികെ സകലത്തിലും നമ്മളൊരു ചെലവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ വർഷം വലിയ ബ്ലെസ്സിങ് നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വിതയ്ക്ക്, കണ്ണുനീരോടെ വിതയ്ക്ക്, നമുക്ക് ആർപ്പോടെ കൊയ്യാനുള്ള വക കർത്താവ് നമുക്കായിട്ട് ഒരുക്കി തരും. അവിടെ വായിക്കുന്നു, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 35, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും ചെയ്തുകൊണ്ട് ഞാനെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലാവർക്കും ഒരു മോഡലായിരുന്നു. ഞാൻ ആരുടെ പോക്കറ്റിൽ കിടക്കുന്നത് നോക്കിക്കൊണ്ടല്ല പ്രവചിച്ചത്, ആരുടെയും കയ്യിലുള്ളത് കണ്ടിട്ടല്ല നിങ്ങളെ അഭിനന്ദിച്ചത്. ഞാൻ രാപ്പകൽ ആള് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി വളരെ വില മുടക്കി. ഒരു പ്രതിഫലത്തിനും വേണ്ടിയല്ല, എനിക്ക് ഒറ്റ പ്രതിഫലം മതി, മരണത്തിനപ്പുറം നിത്യത എന്നുള്ള പ്രതിഫലം. ആ പ്രതിഫലത്തിന് വേണ്ടി നിങ്ങളോട് പ്രതിഫലം വാങ്ങാതെ ഞാൻ വില മുടക്കിയവനാണ്. ഇന്നിത് കേൾക്കുന്ന ഓരോ ദൈവദാസിദാസന്മാരും അറിയേണ്ട ഒരു കാര്യം, നാം കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. ബൈബിൾ അത് പറയുന്നു, എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരും. എങ്ങനെയൊക്കെ കർത്താവിനോട് അടുക്കും? വളരെ വിലയുള്ള ഒരു അടുപ്പമാണെങ്കിൽ വിലയുള്ള റിസൾട്ട് കിട്ടും. വില കുറഞ്ഞ അടുപ്പമാണെങ്കിൽ വില കുറഞ്ഞ റിസൾട്ട് ഉണ്ടാകും. എങ്ങനെ കർത്താവിനോട് അടുക്കും, അങ്ങനെ അതിൻ്റെ ഫലങ്ങൾ കാണാൻ ഇടയായിത്തീരും. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും, അപ്പോൾ പ്രാപ്തിയില്ലാത്തവരെ കഠിന പ്രയത്നം ചെയ്ത് ഈ പൗലോസ് സഹായിക്കുമായിരുന്നു. അഗബോസിന്റെ കാലത്തുണ്ടായ പ്രവചനത്തിലേക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കി യെരൂശലേമിൽ കൊണ്ടുപോയി കൊടുത്തു. ലോകം മുഴുവനും ക്ഷാമം വരുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പൗലോസ്, ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കുന്നവൻ. നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയണം. അതിനുള്ള വഴികളും അതിനുള്ള ഉറവുകളും അതിനുള്ള നന്മകളും കർത്താവായിട്ട് തന്നെ നമുക്ക് നൽകി തരാനായിട്ടും സഹായിക്കും. ഇങ്ങനെ പറഞ്ഞു, അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടുകൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയാക്കി. പൗലോസ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി നിങ്ങളാരും എൻ്റെ മുഖം കാണില്ല. ഭയങ്കര ഉറപ്പാ, ഇനി ഈ വഴിയില്ല, എഫെസോസ് വഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോയാൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരാം. ഞാൻ ഉള്ള കാലത്ത് ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ ആ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവർ, എൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ, നിങ്ങളും ഇതുപോലെ ആയിരിക്കണം. ഇത് കർത്താവിൻ്റെ ദാസൻ പൗലോസിൻ്റെ ആഗ്രഹമാണ്. ഈ ചങ്ങലൊഴികെ സകലത്തിൽ നിങ്ങൾ എന്നെ പോലെ ആകണം. പൗലോസ് അങ്ങനെ ആയി. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, തീഷ്ണതയിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിലെല്ലാം കർത്താവിനെ പോലെ ആയിട്ട് പറയണം, നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ. കർത്താവിനെ പോലെ ജീവിക്കാനാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിനെ പോലെ പഠിപ്പിക്കാൻ മാത്രമല്ല, കർത്താവിനെ പോലെ പ്രവചിക്കാൻ മാത്രമല്ല, എല്ലാവർക്കും കർത്താവിനെ പോലെ പ്രവചിക്കണം, കർത്താവിനെ പോലെ പ്രസംഗിക്കണം, കർത്താവിനെ പോലെ സൗഖ്യമാക്കണം. ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ
കർത്താവിനെ പോലെ ജീവിക്കണമെന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വർഷം കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി കർത്താവിൻ്റെ അതേ കൃപയിൽ ജീവിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. കൃപയിൽ ആശ്രയിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തീവ്രതയുള്ള, തീഷ്ണതയുള്ള, എരിവുള്ള, സ്വർഗീയ ദാഹമുള്ള ഒരു ജനറേഷൻ ദൈവവേലയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ നിറവിലും കൃപയിലും ഓരോരുത്തരെയും വഴി നടത്തണം. വിശ്വാസം കൊണ്ട് നിറക്കണം, അഭിഷേകം കൊണ്ട് നിറക്കണം, സ്വസ്ഥത കൊണ്ട് നിറക്കണം. ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി സ്തോത്രത്തോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടിന്ന്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടിന്ന്. ആരാധിക്കുന്നു സ്തോത്രത്തോടെ